പുണർദം, പൂയം, ആയില്യം, പൂരം, ഉത്രം, വിശാഖം, തിരുവോണം, ഉത്രട്ടാതി, മകം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം 17-ാം തീയതി എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു ദിവസമാണ്. കാരണം വേദജ്യോതിഷമനുസരിച്ച് ശുക്രൻ്റെ രാശിമാറ്റത്തിന് ശേഷമുള്ള 4-ാമത്തെ ദിവസമായി വരുന്ന ഈ ദിവസം മുതൽ കാലാകാലങ്ങളായി നിങ്ങൾ കാത്തിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ കൈപ്പിടിയിലെത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങൾ കൺമുൻപിൽ കാണുവാൻ പോകുന്നത്. അതുമാത്രമല്ല, നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ഈ കാര്യങ്ങളുടെ നേട്ടങ്ങളും ഈ ശുഭകരമായ സമയവുമെല്ലാം നിങ്ങളോടൊപ്പം ഈ മേടമാസം മുഴുവനായി ഉണ്ടായിരിക്കും. തുടക്കം എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 17-ാം തീയതി, അതായത് മേടമാസം 4-ാം തീയതിയാണെന്ന് മാത്രം. അപ്പോൾ ഈ ഏപ്രിൽ മാസം 17-ാം തീയതി ഈ 9 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളിലേക്ക് ഈ ഏപ്രിൽ മാസം 17-ാം തീയതിയോടെ വരുവാൻ പോകുന്ന ഫലങ്ങളനുസരിച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് രാജയോഗമാണെന്ന് തന്നെ പറയുവാൻ കഴിയും. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഏപ്രിൽ 17 വ്യാഴാഴ്ച ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് വഴിവെക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പോകുന്ന ആദ്യത്തെ നക്ഷത്രക്കാർ പുണർദം നക്ഷത്രക്കാരാണ്. പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള 100 പേരെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ 98 പേരും ജീവിതത്തിൽ കഷ്ടതകളും ദുരിതങ്ങളും മാത്രം അനുഭവിക്കുന്നവരായിരിക്കും. എന്നാൽ ഈ ഏപ്രിൽ മാസം 17-ാം തീയതി എന്നുള്ളത് ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ തുടങ്ങുന്ന ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഈ ആരോഗ്യ പ്രശ്നങ്ങളോടൊപ്പം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം ജീവിതത്തെ തന്നെ ശപിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം ഇതുവരെ കടന്നുപോയിരുന്നത്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുരിതങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിയുവാൻ പോവുകയാണ്. ഭഗവാന്റെ കടാക്ഷവും അതിനോടൊപ്പം തന്നെ ഈ രാജയോഗവും നിങ്ങൾക്ക് മഹാഭാഗ്യവും കൊണ്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് ഈ ഏപ്രിൽ മാസം 17-ാം തീയതി എന്ന് പറയുന്നത് പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യമായിരുന്നാലും അതിന് തുടക്കം കുറിക്കുവാൻ ഏറ്റവും നല്ല ഒരു സമയമാണ്. അന്നത്തെ ദിവസം വീട് പണി തുടങ്ങി വെക്കുന്ന പുണർദം നക്ഷത്രക്കാർക്ക് വളരെ വൃത്തിയായി നിങ്ങൾക്ക് വീട് പണി പൂർത്തിയാക്കുവാനും നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുവാനുള്ള ഭാഗ്യവും ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. മാത്രമല്ല, ജോലിയുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി വളരെയധികം നെട്ടോട്ടമോടുന്ന പുണർദം നക്ഷത്രക്കാരുണ്ട്. നിങ്ങൾക്ക് ശുക്രൻ്റെ അനുഗ്രഹം കൊണ്ട് തെളിഞ്ഞിരിക്കുന്ന ഈ രാജയോഗത്താൽ എല്ലാ തടസ്സങ്ങളും നീങ്ങി സ്വന്തമായി ജോലി കരസ്ഥമാക്കുവാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരുമെന്നുള്ളത് അച്ചിട്ടാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോഴുള്ള സാമ്പത്തിക സ്രോതസ്സിന് ഒരു വർധനവുണ്ടാവുകയും വളരെയധികം സംഘർഷത്തിലൂടെ നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും നിങ്ങൾക്ക് കഴിയും. എന്തുകൊണ്ടും ഈ ഏപ്രിൽ 17-ാം തീയതി വ്യാഴാഴ്ച പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളുടെയും തുടക്കമായിരിക്കും. ഇനി രണ്ടാമതായി ഈ ഏപ്രിൽ മാസം 17-ാം തീയതി
വ്യാഴാഴ്ച രാജയോഗത്തിൻ്റെ എല്ലാ ഫലങ്ങളും ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ പൂയം നക്ഷത്രക്കാരാണ്. ഭാവിയിൽ ചെയ്തു തീർക്കേണ്ട കടപ്പാടുകളെ ഓർത്തും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഭാഗ്യക്കേടുകളെ ഓർത്തും ദിനം പ്രതി വിഷമിക്കേണ്ടി വരുന്നുണ്ട് ഭൂരിഭാഗം പൂയം നക്ഷത്രക്കാർക്കും. എന്തോ ഒരു ഭയമാണ് ചില പൂയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ചില സാഹചര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ. എന്നാൽ ഈ രാജയോഗം നിങ്ങളിലേക്ക് എത്തുന്നതോടെ എങ്ങനെ ഇതിനൊക്കെ ഒരു പരിഹാരം കാണും എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്ന വിഷയങ്ങൾക്ക് പോലും പരിഹാരം കാണുവാൻ നിങ്ങളാൽ കഴിയും. അതുപോലെ തന്നെ ഏപ്രിൽ 17-ാം തീയതി വ്യാഴാഴ്ച നിങ്ങൾക്ക് നേരിട്ട് പരിചയമില്ലാത്ത ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ഗുണകരമായ ചില വാർത്തകൾ കേൾക്കുവാനുള്ള യോഗവും നിങ്ങളിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ഇനി എടുത്തു പറയേണ്ടത് പൂയം നക്ഷത്രക്കാരായിട്ടുള്ള മാതാപിതാക്കളോടാണ്. സ്വന്തം മക്കളുടെ ഭാഗത്തു നിന്ന് ഒരു സ്നേഹമുള്ള വാക്ക് പോലും കേൾക്കുവാൻ കഴിയാതെ വളരെയധികം മനസ്സ് വിഷമിച്ചിരിക്കുന്ന പൂയം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു അത്ഭുതം എന്ന പോലെ മക്കളുടെ സ്നേഹവും കരുതലുമെല്ലാം തിരികെ ലഭിക്കുന്ന ഒരു സമയമാണ് വരുന്നത്. ഇനി മൂന്നാമതായി ഈ ഏപ്രിൽ മാസം 17-ാം തീയതി വ്യാഴാഴ്ച നിങ്ങൾ ചിന്തിച്ചതിനും അപ്പുറമായുള്ള ചില ജീവിത മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രാജയോഗം നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റുമെന്നുള്ളതിൽ സംശയമേ വേണ്ട. പ്രത്യേകിച്ച് ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങുകയും നിങ്ങളുടെ ജീവിതത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുകയും ചെയ്യുവാൻ പോകുന്ന ഒരു സമയമാണ് ഈ ഏപ്രിൽ മാസം 17-ാം തീയതി മുതൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾക്കും ചെയ്യുന്ന ചില പ്രവൃത്തികൾക്കും ഏപ്രിൽ 17-ാം തീയതി വ്യാഴാഴ്ച വളരെയേറെ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. കാരണം നിങ്ങൾ അറിയാതെ ചെയ്തു പോകുന്ന ചില തെറ്റുകൾ നിങ്ങളിലേക്ക് വരേണ്ട ഭാഗ്യത്തെ തട്ടിത്തെറിപ്പിക്കുവാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഭാഗ്യം നിങ്ങളോടൊപ്പം ഉള്ളതിനാൽ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു ശ്രദ്ധ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾ ഉയർച്ചകൾ നേടിയെടുക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത്. മാത്രമല്ല ആയില്യം നക്ഷത്രക്കാരുടെ ആരോഗ്യവും മാനസിക സന്തോഷവും ഏറ്റവും നല്ല രീതിയിൽ തന്നെയായിരിക്കും ഈ ഏപ്രിൽ 17-ാം തീയതി നിലനിൽക്കുന്നത്. അടുത്തതായി ഏപ്രിൽ 17-ാം തീയതി ജീവിതത്തിൽ വളരെയധികം നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ശുഭകരമായ പല മാറ്റങ്ങൾക്കും ഈ ഏപ്രിൽ 17-ാം തീയതിയിലുള്ള രാജയോഗം കാരണമാകുന്നു. പ്രത്യേകിച്ച് ബിസിനസ്സും കച്ചവടങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ വരുമാന സ്രോതസ്സിൽ ഉണ്ടാകുന്നത്. നിങ്ങളുടെ കച്ചവടം അധികരിക്കുക, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റുകളിൽ നിന്ന് ലാഭങ്ങൾ കൈകളിലേക്ക് വരിക, നല്ല നിക്ഷേപങ്ങൾ നടത്തുവാൻ കഴിയുക, അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ കൈകളിലേക്ക് എത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ മാനസികമായ സന്തോഷവും സമാധാനവും കൂടുതലായി അനുഭവിക്കുവാനുള്ള യോഗവും നിങ്ങൾക്ക് ഈ ഏപ്രിൽ 17-ാം തീയതിയോടെ കൈവരും. എന്നാൽ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആരോഗ്യത്തിൽ മാത്രം നിങ്ങൾ അല്പം ശ്രദ്ധ നൽകേണ്ടതുണ്ട്. അതൊഴിച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായി തന്നെയായിരിക്കും വരുന്നത്. ഈ അടുത്തതായി ഈ ഏപ്രിൽ മാസം 17-ാം തീയതി വ്യാഴാഴ്ച
രാജയോഗം ജീവിതത്തിൽ സിദ്ധിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ ഉത്രം നക്ഷത്രക്കാരാണ്. ഈ ഫലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഉത്രം നക്ഷത്രക്കാർ മഹാഭാഗ്യവാന്മാരാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങളുടെ വളരെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ മുതൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഈ രാജയോഗം അനുഗ്രഹഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. മാത്രമല്ല ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ചെയ്യുന്ന എന്തൊരു കാര്യവും വളരെ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും ചെയ്യുവാൻ കഴിയുമെന്നുള്ളതും വളരെ വലിയ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഉത്രം നക്ഷത്രക്കാരായി വരുന്ന പുനർപഠനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില കുട്ടികൾക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങി പുനർപഠനം നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള മഹാഭാഗ്യവും ഈ ഒരു സമയത്ത് ലഭിക്കും. ഇത് നിങ്ങളുടെ ഭാവിക്ക് ഉയർച്ച നൽകുമെന്നത് മാത്രമല്ല, വളരെ വലിയ സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതായത് ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികളിലൂടെ ആ കുടുംബം തന്നെ രക്ഷപ്പെടുന്ന തരത്തിലുള്ള ചില സംഭവങ്ങൾ ഏപ്രിൽ 17 നടക്കും. ഇനി ആറാമതായി ഏപ്രിൽ മാസം 17 വ്യാഴാഴ്ചയോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില സന്തോഷകരമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൺമുൻപിൽ കാണുവാനും പോകുന്ന നക്ഷത്രക്കാർ വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രിൽ മാസം 17 വ്യാഴാഴ്ച നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും. നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന എന്തൊരു കാര്യമാണെങ്കിലും അതിൻ്റെ എല്ലാം പൂർത്തീകരണത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. അതുപോലെ തന്നെ പല വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങളുടെ സ്വന്തമായുള്ള ചില തീരുമാനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഏപ്രിൽ 17. പക്ഷേ നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ദോഷമുണ്ടാവില്ല എന്നുള്ളതും ഫലത്തിൽ കാണുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നത് ഒരു രാജയോഗമായതിനാൽ തന്നെ ഒരു രാജാവിനെ പോലെ നിങ്ങൾ എടുക്കുന്ന പല കാര്യങ്ങളും അതിപ്രാധാന്യം അറിയിക്കുന്നവയും അതുപോലെ തന്നെ നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും ബാധിക്കുന്ന കാര്യവുമായിരിക്കും. ഇനി അതിനോടൊപ്പം തന്നെ ഈ ദിവസം വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളിൽ ഈശ്വരവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുകയും ചെയ്യും. ഇനി ഏഴാമതായി വരുന്നത് തിരുവോണം നക്ഷത്രക്കാരാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസം 17 ഈ രാജയോഗവും ശുക്രന്റെ അനുഗ്രഹവും സിദ്ധിക്കുന്നതിനാൽ ഗുണകരമായ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഇതുവരെയുള്ള ജീവിതത്തിൽ വളരെയധികം കഷ്ടതകളും ആരോഗ്യ പ്രശ്നങ്ങളും കടബാധ്യതകളുമെല്ലാം ദിനംപ്രതി നേരിടുകയും ജീവിതത്തിലെ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ പാടുപെടുകയും ചെയ്യുന്നവരാണ് ഭൂരിഭാഗം തിരുവോണം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും. എന്നാൽ ഈ 17 വ്യാഴാഴ്ച നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മുക്തി ലഭിക്കുകയും തക്കതായ ചില കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പല തിരുവോണം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വിദേശയാത്ര ഈ ഒരു ദിവസം കാണുന്നുണ്ട്. നിങ്ങളുടെ പരിശ്രമം പുറകിലുണ്ടെങ്കിൽ തീർച്ചയായും പല നേട്ടങ്ങളും കൈയെത്തിപ്പിടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. മാത്രമല്ല,
പൊതുവെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും മാനസികമായ സന്തോഷവും വളരെ മെച്ചപ്പെട്ട തരത്തിലായിരിക്കും ഏപ്രിൽ 17 മുതൽ നിലനിൽക്കുന്നത്. ഇനി എട്ടാമതായി ഈ ഏപ്രിൽ 17-ാം തീയതി ശുക്രന്റെ അനുഗ്രഹവും രാജയോഗവും ജീവിതത്തിൽ സിദ്ധിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറുവാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം നിലനിന്നിരുന്നത്. എന്നാൽ ഈ ഏപ്രിൽ മാസം 17-ാം തീയതി മുതൽ നിങ്ങളുടെ ഭാഗ്യം തെളിയുന്ന സമയമാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഈശ്വരാധീനവും ആത്മവിശ്വാസവും കൈവിടാൻ പാടില്ല. ഒപ്പം തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും ഏപ്രിൽ മാസം 17-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനായി തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ ഉടനടി തടസ്സങ്ങൾ നീങ്ങി ജീവിത നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുമെന്നുള്ളതും ഉറപ്പാണ്. ഇനി അവസാനമായി ഈ ഏപ്രിൽ 17-ാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൽ ശുക്രന്റെ അനുഗ്രഹവും രാജയോഗവും ഒന്നിച്ച് സിദ്ധിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കുടുംബത്തിന് തന്നെ വളരെയധികം നേട്ടങ്ങളായിരിക്കും നിങ്ങൾ ഭവനത്തിലുള്ളത് കൊണ്ട് ഉണ്ടാകുന്നത്. കാരണം നിങ്ങളുടെ അവസരോചിതമായ ചില ഇടപെടലുകൾ കൊണ്ട് ഭവനത്തിൽ ഉണ്ടാകേണ്ടിയിരുന്ന ചില പ്രശ്നങ്ങൾ വരെ അകന്നു പോകുന്നതായി കാണുന്നു. മാത്രമല്ല മകം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഏപ്രിൽ 17-ാം തീയതി മാത്രമല്ല, ഈ വിഷുവർഷം തന്നെ മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതിപ്രാധാന്യം നിറഞ്ഞതാണ്. ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കുമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു വിഷുവർഷത്തിൽ നേടിയെടുക്കും. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, ഈ ഏപ്രിൽ 17-ാം തീയതി വ്യാഴാഴ്ച ചില നിയമപരമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനിരിക്കുന്ന മകം നക്ഷത്രക്കാർ നിങ്ങളുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്ന മകം നക്ഷത്രക്കാരും വളരെ ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. കാരണം നിങ്ങളുടെ ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാവുകയും, എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ ശ്രദ്ധയോടെ കാര്യം ചെയ്താൽ അത് നിങ്ങളിലേക്ക് വലിയ ലാഭങ്ങൾ നൽകുകയും ചെയ്യും. പക്ഷേ മുഴുവനായുള്ള ഫലങ്ങൾ നോക്കുമ്പോൾ മകം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം 17-ാം തീയതി എന്ന് പറയുന്നത് വളരെ നേട്ടങ്ങളും ഉയർച്ചകളും ശുഭകരമായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് എത്തുന്ന ഒരു ദിനമാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഇപ്പോഴത്തെ ഫലങ്ങൾക്കനുസരിച്ച് ഏപ്രിൽ 17-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് വളരെ ഗുണകരമായ രാജയോഗത്തിൻ്റെ ദിനമാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.